മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായിരുന്ന് സഖാവ് PKVയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചുവിട്ട ഒരു കാലഘട്ടത്തിലെ നമുക്കറിയാം. പക്ഷെ സഖാവ് പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം കടന്നു വന്ന ജീവിത പരീക്ഷണങ്ങൾ. കോട്ടും സൂട്ടുമിട്ട ഒരു സ്ഥാനാർത്ഥിയായി അല്ല നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി വേദി ഉപയോഗിക്കുകയില്ല. എങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ജീവിതത്തിന്റെ സുഖലോലുപത അനുഭവിക്കുന്ന ഇതര സ്ഥാനാർത്ഥികൾക്കിടയിലാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ബീഡി തൊഴിലാളിയായി ജീവിക്കേണ്ടി വന്ന, ജീവിത സാഹചര്യം നിവർത്തിക്കേണ്ടി വന്ന ഒരു സഖാവിനെ പരിചയപ്പെടുത്തേണ്ടി വരുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ കടന്നു പോകുമ്പോൾ നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് പാർലമെന്ററി വ്യാമോഹത്തോടു കൂടിയാണ്. പാർലമെന്റ് രംഗം കയ്യിലില്ലെങ്കിൽ എനിക്കെന്ത് രാഷ്ട്രീയം, എന്ത് സാമൂഹ്യ പ്രവർത്തനം, എന്ത് സാമൂഹിക ക്ഷേമ പദ്ധതി, അതിന്റെ ഭാഗമാകാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും വേരോട്ടമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരാത്ത ഒരു സഖാവാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പല്ല, അതിലൂടെ വിജയമല്ല ജനസേവനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. ജനസേവനത്തിന് ഒരുപാട് കാര്യങ്ങൾ പുറകെ ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള സഖാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത്, ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഭൂരിപക്ഷ നേതാക്കളും എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടി നിർബന്ധിക്കുമ്പോൾ, ഈ രാജ്യം ആവശ്യപ്പെടുമ്പോൾ, സമൂഹം ഉത്തരവാദിത്വത്തോടെ വിളിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം? കാലുമാറ്റമില്ലാത്ത, അവസരോചിതമായ രാഷ്ട്രീയം പറയാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഉറച്ച ശബ്ദമാണ് സഖാവ് പന്ന്യൻ. അദ്ദേഹം ഇവിടെ 40 മാസം പ്രതിനിധിയായിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം ജയിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇല്ലായിരുന്നു. ഒരു MP എന്ന പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ജില്ലയ്ക്കകത്ത് ചെയ്യാൻ കഴിയുന്ന പരമമായ കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തിരുവനന്തപുരത്തെ ത്രസിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐസൺ. അതിലും ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം. 200 കോടി ഉറുപ്പികയാണെന്ന്. ഇന്ന് കോടികൾക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടിന് മുമ്പ് 200 കോടി ഉറുപ്പികയാണ് അതിനു വേണ്ടി തന്റെ അധികാരത്തിന്റെ ശബ്ദമുയർത്തിക്കൊണ്ട് ഭരണകർത്താക്കളിൽ നിന്നും പിടിച്ചു വാങ്ങി ഈ ജില്ലയുടെ നിരാശ്രയ ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന ആതുര സേവന രംഗത്ത് സംഭാവന ചെയ്തത്. ഞാനിവിടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് അനീഷ് ചൈതന്യ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഈ പഞ്ചായത്തിൽ ചെയ്തത്. അപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നു വരുന്നത് വളരെ കുറഞ്ഞ ദൈർഘ്യമുള്ള കാര്യമാണ്. 3 പ്രാവശ്യം ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന പ്രിയങ്കരനായ നിലവിലെ MP ആയ ഡോക്ടർ ശശി തരൂരിനെ വിജയിപ്പിക്കാൻ 3 പ്രാവശ്യം പ്രവർത്തിച്ചതാണ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അടിസ്ഥാനപരമായി പാർട്ടിക്കുള്ളിൽ ശക്തമായി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. MP യുടെ ഓഫീസിൽ പോയി